വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലിന്റെ മാരകമായ എയർ സ്ട്രൈക്ക്. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ലെബനനിലെ തെക്കൻ ഭാഗത്തേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന അതിരൂക്ഷമായ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട 2 കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 24 മണിക്കൂറിനിടെ 3ാം തവണയാണ് തെക്കൻ ലെബനനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. വൻതോതിൽ ആയുധങ്ങൾ ഹിസ്ബുള്ള തെക്കൻ ലെബനനിൽ ശേഖരിച്ചു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭീകരമായ ആക്രമണം ലെബനനിലുടനീളം ഇസ്രായേലി സേന ഇപ്പോഴും തുടരുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് 2024 നവംബറിലാണ്. അതിനു പിന്നാലെ വൻതോതിലുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ള ശേഖരിച്ചു എന്ന് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കുന്നു. 1000-ലധികം ആക്രമണങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ 2023 മുതൽ 24 വരെ ഇസ്രായേലി സേന നടത്തിയിരുന്നു. ഇതിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ നശിച്ച് നാമാവശേഷമായ സാഹചര്യത്തിലായിരുന്നു. ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ, ഹിസ്ബുള്ളയുടെ പരിശീലന കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുടെ ബെയ്റൂട്ടിലെ ആസ്ഥാനം, അങ്ങനെ എല്ലാത്തിനെയും ഇസ്രായേലിന്റെ കനത്ത ബോംബാക്രമണം നശിപ്പിച്ച് നാമാവശേഷമാക്കി. തെക്കൻ ലെബനനിൽ ഉടനീളം, പ്രത്യേകിച്ച് അതിർത്തിയിൽ ഉടനീളം എല്ലാ വീടുകളും ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളായിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാ വീടുകളുടെയും മട്ടുപ്പാവിൽ റോക്കറ്റ് ലോഞ്ചറുകളോ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുകളോ ഹിസ്ബുള്ള സ്ഥാപിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഓരോന്നായി ഇസ്രായേലിന്റെ കരസേന റെയ്ഡ് നടത്തി നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ ഹിസ്ബുള്ളയുടെ ആയുധ സംവിധാനവും ആയുധ വിതരണ ശൃംഖലകളും ആയുധ ഡിപ്പോകളുമെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കി. ഹിസ്ബുള്ളയുടെ പക്കലുള്ള 95% ആയുധങ്ങളും നിഷ്പ്രഭമാക്കി എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് താൽക്കാലികമായ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതം മൂളിയത്. ഇതുകൂടാതെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് കാലങ്ങളായി ആയുധങ്ങൾ എത്തിയിരുന്നത് സിറിയ വഴിയായിരുന്നു. സിറിയ ലെബനൻ അതിർത്തിയിലെ പ്രധാനപ്പെട്ട കവാടങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സേന ആക്രമിച്ച് നശിപ്പിച്ചു. സിറിയയ്ക്കുള്ളിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആയുധ ഡിപ്പോകൾ തകർത്തു. അങ്ങനെ ഇനി ഒരിക്കലും ഹിസ്ബുള്ള പുനരുജ്ജീവിച്ച് പഴയ ശക്തി പ്രാപിച്ച് വരില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേലി സേന കൈകൊടുത്തത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ചില വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഹിസ്ബുള്ള ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായ ഘട്ടത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിബന്ധന ഹിസ്ബുള്ളയുടെ നിരായുധീകരണമായിരുന്നു. അത് സാധ്യമാക്കേണ്ടത് ലെബനീസ് ഭരണകൂടമാണ്. ലെബനനിലെ സൈന്യം തെക്കൻ ലെബനന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള പൂർണ്ണമായും പിന്മാറി ലിറ്റാനി നദിക്കക്കരയിലേക്ക് ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രം മാറ്റണം. ഹിസ്ബുള്ളയെ പരിപൂർണമായും നിരായുധീകരിക്കണം. ഹിസ്ബുള്ളയുടെ നിയന്ത്രണം ലെബനീസ് സൈന്യത്തിൻ്റെ കയ്യിലായിരിക്കണം. ഇത്രയുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഇത് സമ്മതിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ കരാർ വന്നത്. എന്നാൽ ഇതൊന്നും സാധ്യമായില്ല എന്ന് മാത്രമല്ല, ലെബനീസ് സൈന്യത്തിന് ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാനോ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 1 വർഷം കൊണ്ട് വെടിനിർത്തലിൻ്റെ മറവിൽ വീണ്ടും ആയുധങ്ങൾ വൻതോതിൽ വാങ്ങിക്കൂട്ടി ഹിസ്ബുള്ള. ഇതെവിടെ നിന്നാണ് വന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്നത്. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളാണ് വൻതോതിലായി ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചത്. അതിൻ്റെ അർത്ഥം വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ ആയുധങ്ങൾ നൽകി ഹിസ്ബുള്ളയെ വീണ്ടും സഹായിച്ചു. സിറിയ വഴി ഇറാൻ്റെ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ലെബനനിലേക്ക് കടത്തി വൻതോതിൽ റോക്കറ്റുകളും വൻതോതിൽ ഗ്രനേഡുകളും വൻതോതിൽ മിസൈലുകളും ആയുധങ്ങളും ഇറാൻ നൽകി സഹായിച്ചു. വൻതോതിൽ ഡ്രോണുകൾ ഹിസ്ബുള്ളയ്ക്ക് നൽകി ഇറാൻ വീണ്ടും സഹായിച്ചു. ഇതുകൂടാതെ റൈഫിളുകളടക്കമുള്ള ആയുധങ്ങൾ പ്രാദേശികമായി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ, സാങ്കേതിക സഹായം എന്നിവ ഇറാൻ നൽകി. ഇതാണിപ്പോൾ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് സംവിധാനം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തെക്കൻ ലെബനൻ്റെ വിവിധ മേഖലകളിലേക്ക്, വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.
ഇതിൽ ഭയന്ന് ലെബനീസ് ഭരണകൂടം തന്നെ ഇപ്പോൾ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാം, നിങ്ങൾ ഇനിയും ലെബനനിലേക്ക് ആക്രമണം നടത്തരുത്. എന്നാൽ ഇസ്രായേൽ അത് ചെവിക്കൊണ്ടില്ല. ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിലും ലെബനന്റെ വിവിധ മേഖലകളിലേക്ക് ആക്രമണം നടത്തി. കാരണം ഇനി ഒരിക്കൽ കൂടി ഹിസ്ബുള്ള പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിന് ചുറ്റുമുള്ള ഈ ഭീകര സംഘടനകളെയൊക്കെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഹമാസിനെ ഇല്ലാതാക്കണം, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കണം, ഹൂതികളെ ഇല്ലാതാക്കണം, സിറിയയിലെ തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കണം. ഇത് ഇസ്രായേലിൻ്റെ ഒരു പ്രതിജ്ഞയാണ്. ഇപ്പോൾ ഇതാ അതിൻ്റെ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുളയിലെ ഹിസ്ബുള്ളയെ നുള്ളുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം സാധ്യമാകാതിരിക്കാൻ, ഈ ഹിസ്ബുള്ള പഴയ പ്രതാപത്തിലേക്ക് വരാതിരിക്കാനുള്ള അതിമാരകമായ എയർ സ്ട്രൈക്ക്, അതിമാരകമായ ആക്രമണം ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്നു. ഈ ആക്രമണത്തിലാണ് പ്രധാനപ്പെട്ട ചില ഹിസ്ബുള്ള നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ വിഭാഗം മേധാവിയായിരുന്ന ഇബ്രാഹിം മുഹമ്മദ് റസ്ലൻ ആണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തെക്കൻ ലെബനനിലെ കിയാൽ ഏരിയയിൽ വെച്ചാണ് ഇയാൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇയാൾ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളുടെയും അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെയും ഒക്കെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉള്ള പണിയിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മേഖലകളിലേക്ക് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ഈ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ടെക്നിക്കൽ വിഭാഗം മേധാവിയായ ഇബ്രാഹിം മുഹമ്മദ് റസ്ലൻ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ ഭീകരൻ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. നബാത്തെ ഏരിയയിൽ നടത്തിയ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ഈ ഭീകരൻ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ ഇസ്രായേൽ അൽ ബിയാദ് ഏരിയയിലടക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യോമാക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ കെട്ടിടങ്ങളുടെ മറവിൽ ഭൂഗർഭ ബങ്കറുകളിലൊക്കെ തന്നെ വീണ്ടും തങ്ങളുടെ ആയുധ കേന്ദ്രങ്ങളും തങ്ങളുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും ഒക്കെ സ്ഥാപിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തെക്കൻ ലെബനനിലെ ഈ മേഖലകളിലേക്ക് നിരന്തരം റോക്കറ്റ് ആക്രമണവും വ്യോമാക്രമണവും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇനി ഹിസ്ബുള്ള പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരരുത്, ഹിസ്ബുള്ള ഇനി ശക്തി പ്രാപിക്കരുത്. അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതേസമയം ഇസ്രായേലിന്റെ ഈ ആക്രമണം വ്യക്തമായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും അതിനെതിരെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒന്നിക്കണമെന്നും ലെബനീസ് ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മേധാവി തന്നെ ഇപ്പോൾ ഇസ്രായേലിനോട് വലിയ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ഒരിക്കൽ കൂടി ചതിപ്രയോഗം ആരംഭിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയെ വീണ്ടും ശക്തി പ്രാപിക്കാൻ വേണ്ടി ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത്.